ഹായ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർക്കും എന്നെ അറിയില്ലായിരിക്കും. സോ എൻ്റെ പേര് സ്നേഹ. ഞാൻ വന്നിട്ടൊരു ഹ്യൂജ് സ്കിൻ കെയർ എന്തൂസിയാസ്റ്റാണ്. ഞാൻ വന്നിട്ട് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയറിനും ഹെയർ കെയറിനും വിശ്വസിക്കുന്ന ഒരു സ്കിൻ കെയർ പേഴ്സൺ ആണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി DIYs. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള DIYs ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഞാൻ അതിനൊരു ഏരയാണ്. ഞാൻ 5 വർഷം മുന്നേ DIYs ഒക്കെ ട്രൈ ചെയ്ത് അവസാനം മുഖം തന്നെ പോയിട്ട് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്കിൻ ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഇഫ് യു ബിലീവ് ഇൻ സയൻസ് ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ സയൻസ് ബേസ്ഡ് സ്കിൻ കെയർ ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ദെൻ കീപ്പ് ഓൺ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ 2-3 വഴികളുണ്ട്. അതിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള 2 വഴികളാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഫേസ് വന്നിട്ട് വാഷ് ചെയ്യുക. ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് ഫസ്റ്റ് വാഷ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ഫേസ് വാഷ് അല്ലെങ്കിൽ ഈ ഒരു സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ് ഇല്ലേ, ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ജെന്റിൽ ഫേസ് വാഷസ് ആണ്. ഫേസ് വാഷ് ചെയ്ത ശേഷം നിങ്ങൾ 5-6 മണിക്കൂർ അങ്ങനെ തന്നെ ലീവ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ രാത്രി വാഷ് ചെയ്ത ശേഷം എന്താ പറയുക, ഫേസിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാണ്ട്, ഞാൻ അങ്ങനെ തന്നെ ലീവ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാണ്ട്, അതായത് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാണ്ട് അങ്ങനെ തന്നെ ലീവ് ചെയ്തിട്ട് ഒരു 6 മണിക്കൂർ ശേഷം നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് മിററിൽ പോയി നോക്കുക. അപ്പോൾ മിററിൽ പോയി നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഭയങ്കര സ്ട്രെച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യാണ്, ഭയങ്കര വലിഞ്ഞു മുറുകുന്ന പോലെ ഫീൽ ചെയ്യാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ഡ്രൈ പാച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി ഫേസ് പോയി നോക്കുമ്പോൾ അത്യാവശ്യം സ്കിന്നിന് ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്. അത് മുഴുവൻ ഫേസാണ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്ലോ ഒക്കെ ഉണ്ട്, ഇതുപോലെ ഒരു ഗ്ലോ ഉണ്ട്, ഫേസിലൊരു ഓയിൽനെസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ടൈപ്പ് ആയിരിക്കും. ഇനി ഈ T-സോൺ ഏരിയ ഇല്ല, ഈ ഒരു T-സോൺ ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഏരിയയാണ് നമ്മൾ T-സോൺ ഏരിയ എന്ന് പറയുന്നത്. സോ ഇവിടെ വന്നിട്ട് അത്യാവശ്യം ഗ്ലോ ഒക്കെ ചെയ്തിരിക്കുകയാണ്, അത്യാവശ്യം ഓയിൽനെസ് ഒക്കെ ഉണ്ടെങ്കിൽ, ആൻഡ് ഈ ഒരു ചീക്സിൻ്റെ ഏരിയയിലേക്ക് വരുമ്പോൾ ഭയങ്കര വലിഞ്ഞ മുറുകാണ്, അതുപോലെ ഡ്രൈ പാച്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയിരിക്കും. എൻ്റെ സ്കിന്ന് വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. ആൻഡ് പോയി നോക്കുമ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര ഗ്ലോയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്യുന്ന നിങ്ങൾക്ക് നോർമൽ സ്കിൻ ടൈപ്പ് ആയിരിക്കും. സോ നമുക്ക് ബേസിക് ആയിട്ട് 4 സ്കിൻ ടൈപ്പാണുള്ളത്: കോമ്പിനേഷൻ, നോർമൽ, ഡ്രൈ ആൻഡ് ഓയിലി സ്കിൻ. ഇനി മിക്കവർക്കുള്ള ഒരു ഡൗട്ടാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ടോ എന്നുള്ളത്. അതൊരു സ്കിൻ ടൈപ്പ് ആണെന്നുള്ളത് മിക്കവരുടെയും തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി വന്നിട്ട് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്ന ഒരു സ്കിൻ ടൈപ്പ് ഇല്ല, അതൊരു സ്കിൻ കണ്ടീഷനാണ്. അത് ഈ ഒരു സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്കും വരാവുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ്. ബിക്കോസ് ഞാനിപ്പോൾ എനിക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്. എനിക്ക് പറ്റാത്തൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിന് വന്നിട്ട് അത് റിയാക്ട് ചെയ്യും. എന്താ പറയുക, ഭയങ്കര ബേണിങ് സെൻസേഷൻ ഉണ്ടാവും, ഭയങ്കര ചൊറിച്ചിലും അതുപോലെ റെഡ്നെസ് ഒക്കെ ഉണ്ടാവും. ഇതൊരു സ്കിൻ കണ്ടീഷനാണ്, ഇറ്റ്സ് നോട്ട് എ സ്കിൻ ടൈപ്പ് ആക്ച്വലി. അപ്പോൾ ഇനി രണ്ടാമത്തെ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു നമ്മൾ ഇതിനേക്കാളും ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ആഡ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ ചെറിയ കുട്ടി സ്ക്വയർസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. ഇനി അതിനുശേഷം ഈ ഒരു 6 മണിക്കൂർ ശേഷം നിങ്ങൾ ഹോൾ ഫേസിൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ആ സ്ക്വയർസ് വന്നിട്ട് ഹോൾ ഫേസിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നെറ്റിയിലൊന്ന് സ്റ്റിക്ക് ചെയ്യാം, നിങ്ങൾ കവിളിൽ സ്റ്റിക്ക് ചെയ്യാം, നിങ്ങൾ ഈ ഒരു താടിയുടെ സൈഡിൽ സ്റ്റിക്ക് ചെയ്യാം. അതിന് ഹോൾ ഫേസിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇനി ഹോൾ ഫേസിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്, ഒട്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആയിരിക്കും. ഇനി ഇങ്ങനെ പാറിപ്പറന്ന് പോവുകയാണ്, ഒട്ടി നിൽക്കുന്നില്ല, പാറിപ്പറന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ സ്റ്റിക്ക് ചെയ്ത ടിഷ്യൂ പേപ്പറൊക്കെ നിങ്ങളുടെ ഫേസിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇനി കവിളിൻ്റെ സൈഡിലൊക്കെ വെച്ച സാധനം പറന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയിരിക്കും. ഇനി ഈ നോർമൽ സ്കിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഈ സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് നോക്കിക്കണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ മനസ്സിലാകുന്നൊരു സ്കിൻ ടൈപ്പാണ് നോർമൽ സ്കിൻ. ബിക്കോസ് അധികം എന്താ പറയുക ഗ്ലോയും ഉണ്ടാവില്ല, അധികം എന്താ പറയുക ഡ്രൈനെസ് ഉണ്ടാവില്ല. അത് വേഗം കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സ്കിൻ ടൈപ്പാണ്. സോ ഈ ഒരു 2 വഴികൾ കൂടിയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് വന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്ന ഈ കേൾക്കുന്ന എത്ര പേർക്ക് അറിയാം?
നമ്മുടെ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യും. അപ്പം നിങ്ങൾ ചോദിക്കും സോ പിന്നെ എന്തിനാ ചേച്ചി ഇത്രയും എന്താ പറയുക നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്ന ഈ ഒരു സ്റ്റെപ്പൊക്കെ ചെയ്ത് അതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഇത്രയും ഇതൊക്കെ കണ്ടുപിടിച്ചത്? ഇനി നമ്മൾ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊഡക്ട്സ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ സ്കിൻ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മളെ കാലാവസ്ഥ, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നമ്മളെ ഹോർമോണൽ ചേഞ്ചസ്, നമ്മൾ ഡയറ്റ്, നമ്മൾ സ്ട്രെസ്, ഇതിനൊക്കെ വന്നിട്ട് സ്കിൻ ടൈപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ വന്നിട്ട് ഞാനിപ്പോൾ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പം 2 ദിവസം കഴിഞ്ഞാൽ ഞാനിപ്പോൾ കുളു മണാലി പോകാമെന്ന് വിചാരിക്കാം. സോ ഇപ്പോൾ എൻ്റെ സ്കിൻ ഓയിലി ആണെന്നും കൂടി നിങ്ങൾ വിചാരിക്കുക. എൻ്റെ സ്കിൻ ടൈപ്പ് ഈസ് ഓയിലി സ്കിൻ ടൈപ്പ്. സോ ഞാൻ കുളു മണാലി പോകുമ്പോൾ അവിടെയുള്ള ഹ്യൂമിഡിറ്റി കാരണം, ലോ ഹ്യൂമിഡിറ്റി കാരണം എൻ്റെ ഫേസിൽ അത്യാവശ്യം വാട്ടർ ലോസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഓയിലി സ്കിൻ ടൈപ്പായ എൻ്റെ സ്കിന്ന് അവിടെ ചെല്ലുമ്പോൾ അത് ഓഫ് കോഴ്സ് ഡ്രൈ സ്കിൻ ആയിരിക്കും. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു കോൾഡർ പ്ലേസിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്ന് ഡ്രൈ സ്കിന്നായിട്ട് മാറും. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് ഈവൻ മോർ ഡ്രൈ സ്കിന്നായിട്ട് മാറും. സോ അതാണ് പ്ലേസിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി കാലാവസ്ഥക്കനുസരിച്ച് എങ്ങനെ സ്കിൻ ടൈപ്പ് മാറുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ സ്കിൻ അത്യാവശ്യം വന്നിട്ട് എല്ലാവരുടെയും ഓയിലി ആയിരിക്കും. ഇനി ഓയിലി സ്കിൻ്റെ കാര്യം പറയേണ്ടത്, അത് ഭയങ്കര ഒലിച്ചിറങ്ങുന്ന ഒരു സമയമായിരിക്കും അത്. സോ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും നിങ്ങളുടെ സ്കിന്നെ ഈ ഒരു ഭയങ്കര ചൂടുള്ള ഈ ഒരു സമയമില്ല, നമ്മൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ഈ ഒരു ടൈമിൽ ഓഫ് കോഴ്സ് അത് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഞാൻ വലിയ രീതിക്കല്ല പറഞ്ഞത്, ചെറുതായെങ്കിലും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ അവിടെ വന്നിട്ട് ഷിഫ്റ്റാണ് ഉണ്ടാകുന്നത്. സ്കിൻ ടൈപ്പിനൊരു ചെറിയൊരു ഷിഫ്റ്റ്, ഭയങ്കര വലിയ ഹ്യൂജ് ഡിഫറൻസ് എന്നല്ല ഞാൻ പറഞ്ഞത്, ചെറിയൊരു ഷിഫ്റ്റ് എന്തായാലും ഉണ്ടാവും. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്കിൻ ടൈപ്പിൽ നമ്മളെ ഓരോ ഫാക്ടേഴ്സിനനുസരിച്ച് നമ്മൾ സ്കിൻ ടൈപ്പ് മാറും. ഇനി ഈ സ്കിൻ ടൈപ്പ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഹോൾ സ്കിൻ കെയർ നമ്മൾ ചേഞ്ച് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എന്തൊക്കെയാണോ സൂട്ടാവുന്ന സിറംസ് കാര്യങ്ങൾ അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട ആകെ 2 കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസർ. സൺസ്ക്രീനില്ല, ഫേസ് വാഷും മോയ്സ്ചറൈസറുമാണ്. ഫേസ് വാഷ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓയിലി സ്കിന്നാണ്, നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക ജെൽ ബേസ്ഡ് ഒരു ഫോമിങ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആളെ കുറച്ചൊരു വിൻ്റർ ടൈമിലേക്ക് എടുക്കുമ്പോൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓയില് ഭയങ്കരമായിട്ട് സ്കിന്നി, അതായത് ഡ്രൈ ആയിരിക്കുമല്ലോ എന്തായാലും, വിൻ്ററിലോട്ട് പോകുമ്പോൾ കുറച്ച് ഡ്രൈ ആവും. സോ അത് പിന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഈവൻ മോർ ഡ്രയർ ആവും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ജെൻറ്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി മോയ്സ്ചറൈസർ ആണെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ് നിങ്ങൾ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളത് വിൻ്റർ ടൈമിലോട്ടേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു നിങ്ങളെ സ്കിന്നിന് എന്താ പറയുക ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രീമി നോൺ കോമേഴ്സനിക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ അതാണ് ഞാൻ പറഞ്ഞത്, സ്കിൻ ടൈപ്പ് ചേഞ്ച് അത് ഭയങ്കര നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഭയങ്കര എൻ്റെ ഓയിലി സ്കിൻ അപ്പോൾ ഡ്രൈ സ്കിൻ ആവും അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു വേരിയേഷൻ വന്നിട്ട് ഉണ്ടാകുന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പറ്റിയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ധൈര്യമായിട്ട് ചോദിച്ചോ, ഞാൻ എല്ലാത്തിനും വേണ്ടി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.